അപ്പോഴേ ഇതാ ഒരു ആവോലി ഉള്ളതിന് നമുക്ക് ഇത്തിരി സ്പെഷ്യൽ മസാല ഒക്കെ ചേർത്ത് വറുത്തെടുക്കാവേ. സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങ നീരും. സാധാരണ ഞാൻ മീൻ വറുക്കുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ ഇതുപോലെ വല്ലപ്പോഴും നല്ല നല്ല മീനുകളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അത് ആവോലിനെ വെട്ടി തേച്ച് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീരൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കാവേ. ഇവിടെ 2-3 ദിവസങ്ങൾ അധികം ഫ്രിഡ്ജിലിരിക്കണം മീനൊക്കെ ഞാനെടുത്ത് കറി വെക്കാറില്ല കേട്ടോ, വറുക്കോ ചെയ്യുള്ളൂ. കാരണം ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറേ ദിവസങ്ങൾ ഇരുന്ന മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടകേടാണ് കേട്ടോ. അങ്ങനെ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി കറിവേപ്പിലൊക്കെ തൂവിയിട്ട് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് തിരിച്ചും മറിച്ചിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ. കാരണം ഇത്തിരി ദശക്കട്ടി അധികം ഉണ്ടല്ലോ, അതായത് എൻ്റെ 2 കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈപ്പത്തിന് അത്രേ. അങ്ങനെ മീനൊക്കെ വറുത്ത് മാറ്റി ഞാൻ പെട്ടെന്ന് ചോറെടുക്കണ ധൃതിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ചേച്ചി അനിയത്തിയും കൂടെ ഇവിടെ അടി കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു കരച്ചിലാണ് കണ്ടത്. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ ഞാൻ പറഞ്ഞു കൊച്ചു തന്നെ ആദ്യം കഴിച്ച് നോക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു അറ്റാക്കായിരുന്നു കേട്ടോ. പിന്നെ അതേ ചോറും കൂട്ടി തട്ടി.